ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് 410 ആണ് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ തന്നെ ഹൈയിലായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ഒരു 64 പോയിൻറ്റിൻ്റെ അടുപ്പിച്ചാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സാധാ പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും നമ്മൾ ടാർഗറ്റും പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് തുടങ്ങും. ഇനി അല്ല ഇവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഫോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് മാർക്കറ്റിൻ്റെ നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് കാണിക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, ഇപ്പം എനിക്ക് കുറച്ച് ദിവസം ചിലപ്പോൾ എനിക്ക് റെഗുലർലി വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടാവും, പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഓണം ഒരു പീരീഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേറെയും ബിസിനസ്സുണ്ട്. അപ്പോൾ ഈ ഓണസമയം ആകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ബിസി ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് അവിടെയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇവിടെ അത്രയും എനിക്ക് വീഡിയോസ് ചിലപ്പം 1-2 ദിവസം സ്കിപ്പാവേണ്ടിയൊക്കെ വരും. അപ്പം അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ പിന്നെയും റെഗുലർ ആയിക്കോളാം. മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാണ് ഞാൻ ചില ദിവസം എനിക്ക് അപ്ഡേറ്റ് തരാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ പീരീഡ് മാത്രമേ ഉള്ളൂ. കാരണം അറിയാമല്ലോ, നമ്മളുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ ആ ഓണത്തിൻ്റെ ഒരു ടൈം എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നമ്മളുടെ ഒരു പീക്ക് ടൈം ആയിരിക്കും. സോ അവിടെ നമ്മൾ സ്റ്റാഫിൻ്റെ കൂടെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. സോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് അതാണ്. സോ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു സന്തോഷത്തിനും ഭയങ്കര ഒരു പാഷനേറ്റുമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നതും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. സോ അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ കണ്ടില്ലെങ്കിൽ വേറൊന്നും വിചാരിക്കരുത്. ഇതാണ് സംഭവം. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞ ഫ്രൈഡേ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതൊരു പോസ്റ്റ് ഇടാമെന്ന്. പക്ഷേ പോസ്റ്റ് ഇട്ടാൽ എത്രത്തോളം എല്ലാവർക്കും മനസ്സിലാവും എന്നറിയില്ല. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. എനിവേസ്, ഇപ്പോൾ നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തിട്ട് ജസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ഈ ഒരു ഇൻവേർട്ടഡ് ഹാമ്പറിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 64 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. എക്സാക്ട്ലി ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളുടെ ഈ ഒരു ട്രേഡിൻ്റെ ഒരു പ്ലാൻ. സോ ഏതായാലും മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത്യാവശ്യം നല്ലൊരു ഫോളാണ് കിട്ടിയിരിക്കുന്നത്. എക്സാക്ട്ലി വെച്ചാൽ വേണമെങ്കിൽ 65 വെച്ചാലും കുഴപ്പമില്ല. എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ ഹൈയിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവിലേക്കായി വരുന്നുണ്ട് മാർക്കറ്റ് അത്യാവശ്യം ഫോൾ ചെയ്തിട്ടും പ്രീമിയത്തിൽ ഒരു സ്പൈക്ക് വരുന്നില്ല. ഏതായാലും നോക്കാം, നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഭയങ്കര വലിയ ലെങ്തി വീഡിയോ ആയിപ്പോവും. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം ലോസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് റിസ്ക് എടുക്കേണ്ട. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 410 അപ്പോൾ നമുക്കൊരു പ്രൈസ് വന്നിട്ട് 378 ട്രിഗർ വന്നിട്ട് 379 പ്ലേസ് ചെയ്തേക്കാം. 379 റൈറ്റ്. ആവറേജ് 410 റൈറ്റ്. 378 379 നമ്മളുടെ ട്രിഗറും വെച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റിൽ ചെറിയൊരു റിജക്ഷൻ കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡ്സ് ആദ്യത്തെ ട്രേഡിൽ നമ്മളുടെ ലോസിനെ ബുക്ക് ചെയ്തായിരുന്നു. അത് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ വീഡിയോയിൽ ഒരു 5000 ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാക്ട്ലി നമ്മളുടെ എൻട്രി പോയിൻ്റ് അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് ഫോളോ ചെയ്യായിരുന്നു. ഒന്നും പറയണ്ട. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് നമ്മളുടെ സെക്കൻഡ് എൻട്രി പൊസിഷൻ എടുത്തത്. എക്സാക്ട്ലി അതാണ് വിഷമമായിപ്പോയത്. നമ്മൾ വച്ചിരുന്ന സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് അറിഞ്ഞ് വന്ന് ഇത് ചെയ്ത പോലെ ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. 11.56. ഓക്കെ, 11.56. അയ്യോ, ആ ക്യാൻഡിലല്ല, അത് ഈ ഒരു ക്യാൻഡിലല്ല, അതിൻ്റെ താഴത്തെ ക്യാൻഡിലായിരുന്നു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് അപ്പുറത്തായിട്ട് നീങ്ങേണ്ടി വന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ട്രേഡിൽ എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിലല്ല, എക്സാക്ട്ലി ഈ ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡിൽ എൻട്രി എടുത്തു. എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ ഹൈയെ സ്റ്റോപ്പ് ലോസും വെച്ചു. എക്സാക്ട്ലി ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് 422 നമ്മളുടെ ടാർഗറ്റ് 12.10 നമ്മളുടെ ടാർഗറ്റും കൂടെ ഹിറ്റ് ചെയ്തു. ഓവറോൾ ഒരു 8000 പ്രോഫിറ്റ് ആ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തു. ഓവറോൾ 3000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്.